UDF സ്ഥിരമായി തോൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. സ്ഥിരമായിട്ട് അത് കൊല്ലം ജില്ലയിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം 5ാമത്തെ ടേം കഴിഞ്ഞ് 6ാമത്തെ ടേം എലക്ഷന് മത്സരിക്കാൻ പോകുന്ന ഗണേഷ് കുമാർ. കോൺഗ്രസുമായിട്ടും കേരള പൊളിറ്റിക്സും നോക്കുന്നവർക്കറിയാം, ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്, സിനിമ കം പൊളിറ്റീഷ്യൻസ്, അവിടെയുള്ള ഞാനൊരു പത്തനാപുരത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്. ഏറ്റവും വൃത്തികെട്ടവന്. അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഒരു കാര്യം പറയാം, പേഴ്സണൽ ലൈഫാണെങ്കിൽ അയാളുടെ പബ്ലിക് ലൈഫാണ്, അഹങ്കാരിയാണ് ഒന്നാമത്. അവൻ ഏതോ കുണ്ടവാന്നുള്ള ധാരണയാണ്. അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു സ്ത്രീയെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പെരുപ്പിച്ച ഒരു തരം താഴുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ. അയാളുടെ പേഴ്സണൽ ലൈഫും മറ്റുള്ള കാര്യത്തിലോട്ട് ഞാൻ കിടക്കുന്നില്ല, അത് ശരിയോ അല്ല. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്സിനെ പറ്റിയും ഗണേഷ് കുമാറിനെ പറ്റിയും നോക്കുന്നവർക്ക് ശരിക്കും അറിയാം, ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഡിസോണസ്റ്റ് ആയിട്ടുള്ള, ജനങ്ങളെ ഗിമിക്സ് വെച്ച് കബളിപ്പിക്കാൻ കഴിയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി ഉണ്ട്. മറ്റേ ഒരു പ്രതാപ സംഭവമാണ്. മറ്റുള്ളവരെല്ലാം അടിമകളാണ്. റോഡിൽ കൂടെ അയാളുടെ കാറേ പോകാൻ പറ്റത്തുള്ളൂ, മറ്റുള്ള വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുത്തനെ. കാരണം പത്തനാപുരത്തുള്ള CPM-കാര് ഗണേശനെ അനുകൂലിക്കുന്നവരും പറഞ്ഞിട്ടുണ്ട്, അയാളെ കൊണ്ട് പല രീതിയിലും മടുത്തു, പക്ഷെ പാർട്ടിയുടെ പിന്തുണയ്ക്കുന്നൊരു കാൻഡിഡേറ്റാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് ഗണേശ് പൊട്ടൻഷ്യലായിട്ട് ത്രെറ്റ് പറഞ്ഞു, ഏതാണ്ടൊക്കെ ഉണ്ട്, കാണിച്ചു കൊടുക്കും, മാടയാണ് കോടയാണെന്നൊക്കെ. ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് ഗണേഷ് കുമാറിനെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും. അത് കേരള രാഷ്ട്രീയത്തിനും ആ ഭാഗത്തുള്ളവർക്കും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ആ ഒരു സഹതാപ തരംഗത്തിലുള്ള വോട്ടുകൾ എൻകാഷ് ചെയ്യാൻ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിക്കും UDF-നും കഴിഞ്ഞിട്ടില്ല. അതൊരു യഥാർത്ഥ സത്യമാണ്.